സബ് RT ഓഫീസ് പരിധിയിലെ സ്കൂൾ ബസ് ജീവനക്കാർക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണവും ഡ്രൈവർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ് ജീവനക്കാർക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് നടത്തിവരുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടി സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി സബ് RT ഓഫീസ് പരിധിയിലെ സ്കൂൾ ബസ് ജീവനക്കാർക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണവും ഡ്രൈവർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ് ജീവനക്കാർക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് നടത്തിവരുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടി സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ബുക്കാരി ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ സ്കൂൾ പ്രിൻസിപ്പൽ CK അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേജിലിരിക്കുന്ന ഓഫീസേഴ്സ്, സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളെ, നമസ്കാരം. ഉദ്ഘാടന ഭാഷണം എന്തായിരുന്നാലും നടത്തുന്നില്ല, അതിനുള്ള സാഹചര്യമല്ല എന്നറിയാം. ഔപചാരികതയുടെ യാതൊരു ആവശ്യകതയും ഇല്ലാത്ത അത്രയും സബ്ജക്റ്റിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട ഒരു കൂട്ടമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ദൈവനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വാഹനം സംബന്ധിച്ച അറിവ്, സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടിയുള്ള സമീപനം, കുട്ടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡിഫൻസീവ് ഡ്രൈവിംഗ്, റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള പരിശീലനം, പ്രതികൂല കാലാവസ്ഥയിലുള്ള പ്രത്യേക കരുതൽ, കുട്ടികളുടെ അവകാശവും അവരോടുള്ള സമീപനവും, നഴ്സറി പ്രീ പ്രൈമറി കുട്ടികളോടുള്ള പ്രത്യേക കരുതൽ, സുരക്ഷിതമായ ഡ്രൈവിംഗിലൂടെ വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷാ അവബോധം സൃഷ്ടിക്കൽ, ലഹരി മൂലമുണ്ടാകുന്ന വിപത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ബോധവൽക്കരണം നടത്തിയത്. ക്യാമ്പിൽ പങ്കെടുത്ത ഡ്രൈവർമാർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. ചടങ്ങിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KB വിജീഷ് അധ്യക്ഷനായി. സുരക്ഷിതമായ ഡ്രൈവിംഗും ലഹരി ഉപയോഗവും എന്നീ വിഷയങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ്, എക്സൈസ് ഇൻസ്പെക്ടർ T പ്രജോഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K ദിവിൻ, AMI സൗരവ്, സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K വേലായുധൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് പ്രഭാതം, കൊണ്ടോട്ടി.